ഇന്ന് നമ്മുടെ ഡേവിഡിന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ആശാൻ ഉറങ്ങിപ്പോയി. പക്ഷെ കേക്ക് കെട്ടിയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആളെ എങ്ങനെയെങ്കിലും കുത്തിപ്പോക്കാൻ ഞാൻ അബിയുടെ അടുത്ത് പറഞ്ഞു. അബി കുറെ തട്ടി വിളിച്ചെങ്കിലും ആശാൻ മറിഞ്ഞും തിരിഞ്ഞും കടന്നു. അവസാനം എണീറ്റിട്ട് ചുറ്റുപാടും നോക്കി എന്താ സംഭവം എന്നറിയാം. ഡേവിഡ് കേക്ക് കട്ടിയതില്ല. അവസാനം ടുണ്ടു വന്നിട്ട് ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ചാളം പച്ചാളം എല്ലാ കേക്കും കട്ട് ചെയ്ത്. അപ്പോഴേക്കും ഗോസ്റ്റിനെ കൊണ്ടുപോയി ആൾ വന്നു. ഗോസ്റ്റിന് 3 ദിവസത്തേക്ക് റോംസ് ആൻഡ് റാക്സിൽ ബോർഡിങ്ങിന് കൊടുക്കുവാണേ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് ഛർദില്. പിന്നെ നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ട് ആശാൻ ദേഹം ഉണ്ടായിരിക്കണം ഇരിപ്പ് കണ്ട. അത് കണ്ട് തുങ്കൂർ ഒറ്റ ചിരിയ. കഴിഞ്ഞ ആഴ്ച ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ ഉറപ്പിച്ച മുതല ഈ കിടന്ന് അട്ടഹസിക്കണത്. ഒരു ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആശാന്റെ ഛർദിലൊക്കെ മാറി. പിന്നെ അവിടെ നിന്ന് സൂചിയൊക്കെ ഊരി ഞങ്ങൾ നേരെ കന്യാകുമാരിലേക്ക് വിട്ടു. തിരുവനന്തപുരം എത്തിയപ്പോഴത്തേനും ഉറങ്ങി എല്ലാത്തിനും എണീപ്പിച്ച് കുറച്ച് ചായ മേടിച്ചു കൊടുത്തു. ആകെ ഈ വണ്ടിയിൽ ഉറങ്ങാത്ത ഒരേ ഒരാളത് ഞാൻ മാത്രം. ഞങ്ങൾ ഇത്ര ആളുകളുള്ളതുകൊണ്ട് കണക്കൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഓണർ ഡയറക്റ്റ് എത്തി. ഞാൻ കുടിച്ചത് കോഫി വിത്തൗട്ട് ഷുഗർ ആണ്. ഇനി ഉറങ്ങാണ്ട് വണ്ടി ഓടിക്കണമല്ല. അങ്ങനെ വീണ്ടും യാത്ര ചെയ്യാം. അപ്പോഴാണ് ഈ പാട്ട് വന്നത്. ബെസ്റ്റ് പാട്ട്. ഡേവിഡ് രാവിലെ എണീറ്റ് ഉടനെ നല്ല ആക്റ്റീവായി പഴയ പോലെ വണ്ടിയിൽ കയറിയപ്പോ കിടന്നുറക്കിയതാ. നിസി കേരളത്തിൽ കണ്ണടച്ച് തമിഴ്നാട്ടിൽ തുറന്നു. ലോക്കിയതൊക്കെ പോയി അവസാനം ഒരു സാധനം അകത്തുണ്ടായിരുന്നു. ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ പതുക്കെ നെയ് റോസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തു വന്നിരുന്ന് കുറച്ച് സുപ്രഭാത വെയിലൊക്കെ കൊണ്ട്. ഡേവിഡിന് പിന്നെ കയറാൻ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് മതലിന്റെ മേളിൽ കയറിയിരിപ്പാണ്. അവസാനം വീടെത്തി വീഡിയോ എടുക്കുന്ന കണ്ടിപ്പോ രണ്ടൊരു ഒറ്റ ഓട്ടം. അത് കണ്ടതും ചേട്ടന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായില്ല. അമ്മ ചെന്ന ഉടനെ കറങ്ങണ കസേരയിലൊക്കെ കയറിയിരുന്ന് സലൂണൊക്കെ ഒന്ന് ചുറ്റി വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഡേവിഡ് പഴയ പോലെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.